ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ 5 AM മോർണിംഗ് റുട്ടീനാണ്. ഇപ്പോൾ 5 മണിക്ക് തന്നെ ഞാൻ പതിവ് പോലെ എഴുന്നേറ്റിട്ടുണ്ട്. ആമിക്കുന്ന സ്കൂളുള്ള ദിവസം കൂടിയാണ് കേട്ടോ. 5:30 ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അങ്ങനെ പുറത്ത് വന്ന് നോക്കിയപ്പോഴേക്കും ഉണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മുടെ ആകാശമൊക്കെ കാണാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം പുറത്തേക്ക് ഇരുന്ന് നോക്കി നിന്നു. ഇന്നത്തെ ദിവസം ഞാൻ കുറച്ച് മടിച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ നിന്ന് സമയം കുറേ അങ്ങ് പോയായിരുന്നു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അപ്പോൾ ചില ദിവസങ്ങളിൽ എനിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പുറത്തൊക്കെ ഇറങ്ങി കുറേ നേരം നോക്കിയൊക്കെ നിൽക്കും. ചില ദിവസങ്ങളിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോലികളാകും. എന്തായാലും തലേ ദിവസം എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്ത് വെച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് രാവിലെ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. മാത്രമല്ല തലേന്ന് ഞാനിങ്ങനെ ഓർത്ത് വെച്ചേക്കും പിറ്റേ ദിവസം എന്ത് ലഞ്ചാണ് ആമിക്ക് കൊടുത്തു വിടേണ്ടതെന്നൊക്കെ. അപ്പോൾ ഒരു പ്ലാനിങ് നേരത്തെ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കും. അപ്പോൾ കുറച്ച് നാളായല്ലോ നമ്മളിപ്പോൾ കോലമൊക്കെ വരച്ചിട്ടിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ വരയ്ക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റൊന്ന് കോലം വരച്ചിടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതേ ഈ ഒരു ഡോട്ടഡ് കോലാണ് വരച്ചത്. റീസെൻ്റ് ആയിട്ട് ഇങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടിട്ട് അങ്ങനെ എടുത്തിട്ടുള്ള ഒരു കോലാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല പെർഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല, എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അറിയാവുന്ന പോലെ ഒന്ന് വരച്ചിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചരിഞ്ഞു പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് നല്ലോണം ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ മുരുകൻ്റെ സുപ്രഭാതമാണ് വെച്ചത്. സാധാരണ ഞാൻ എപ്പോഴും പെരുമാൾ സുപ്രഭാതമാണ് വെക്കാറുള്ളത്. തിരുപ്പതി പെരുമാളിൻ്റെ സുപ്രഭാതമാണ് വെക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മുരുകൻ്റെ ഭക്തിഗാനം വെക്കാമെന്ന് വിചാരിച്ചേട്ടോ. സുപ്രഭാതമാണ് വെച്ചത്. പിന്നെ നമ്മളിന്നൊരു മുരുകൻ ക്ഷേത്രത്തിലും പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കോലമൊക്കെ വരച്ചിട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പാട്ടൊക്കെ വെച്ചതിന് ശേഷം നേരെ വന്നിട്ട് നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുത്തു. ഏകദേശം ഇപ്പോൾ ഒരു 5:45 6 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നല്ലോണം നേരം വെളുത്ത് വന്നിട്ടുണ്ട്. രാവിലെ ഈ പക്ഷികളൊക്കെ പോകുന്ന കാണാനും ഒക്കെ ഭയങ്കര രസമാണ്. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ചില ദിവസങ്ങളിൽ അതാണ് എനിക്ക് പണി കിട്ടാറുള്ളത്. ഇതൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് സമയം പോകുന്നതേ അറിയത്തില്ല. പിന്നെ എല്ലാ ദിവസവും ഞാനിങ്ങനെ വ്ളോഗ് എടുക്കാറില്ല. 2-3 ദിവസം കൂടുമ്പോഴാണ് എടുക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിൽ കുറച്ച് ലേറ്റ് ആവും കേട്ടോ, എല്ലാ കാര്യങ്ങളും ചെയ്ത് വരാനായിട്ട്. പിന്നെ അതേ 6:30 ആയപ്പോഴേക്കും ഞാൻ വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. തലയാണ് കുളിച്ചതെന്ന് ഹെഡ് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മുരുകൻ്റെ ഫോട്ടോ എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ അതെടുത്ത് വെച്ചിട്ടാണ് വിളക്ക് വെച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ പച്ചത്തിരി ഇട്ടിട്ടാണ് വിളക്ക് വെച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ റെഡ് കളറിലുള്ളതും മഞ്ഞത്തിരിയും പച്ചയും വൈറ്റും ഒക്കെ ഇരിപ്പുണ്ട്. യെല്ലോ കളർ തിരി ഇടുന്നത് വ്യാഴാഴ്ച ദിവസങ്ങളിലാണ് മോസ്റ്റ്ലി. അന്ന് ഞാൻ വീട്ടിൽ നെയ്വിളക്കും വെക്കാറുണ്ട്. പിന്നെ ഫ്രൈഡേയ്സിൽ അല്ലെങ്കിൽ ട്യൂസ്ഡേയ്സിൽ, ഫ്രൈഡേയോ ട്യൂസ്ഡേയോ നമുക്ക് റെഡ് കളറിലുള്ള തിരി ഇട്ടിട്ട് വിളക്ക് വെക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ വൈറ്റ് തിരിയും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പൂവൊക്കെ റീസെൻ്റായിട്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുളിയിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ധൂപ് സ്റ്റിക്കൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂക്കൾ വെള്ളത്തിലിടുന്നത് ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നതാണ്. കാരണം നമ്മൾ ഈ യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ നമുക്ക് മേടിക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പൂക്കൾ മേടിച്ചു. പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയിട്ട് തലയൊക്കെ ഉണക്കിയെടുത്ത് ഹെയറൊക്കെ ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എടുത്തൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അടുത്താണെങ്കിൽ തലേ ദിവസം വെച്ചിട്ടുള്ള പാവയ്ക്ക കൊണ്ടൊരു പുളിക്കുഴമ്പാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ ആമിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിങ്ങനെ ചോറിൽ മിക്സ് ചെയ്താണ് കൊടുത്തു വിടുന്നത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറികൾ ഞാൻ കൂടുതലും ചോറിൽ തന്നെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് കൊടുത്തു വിടുന്നത് അവൾക്ക്. പിന്നെ തലേന്ന് ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മെഴുക്ക് വരട്ടി വെക്കാനാണ് കേട്ടോ. അപ്പോൾ ഈസിയാണ്, സിമ്പിളാണ് ഇന്നത്തെ ലഞ്ച്. കാരണം നമ്മളുടെ അടുത്ത് കറി ഓൾറെഡി ഇരിപ്പുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല.
പിന്നെ ഇത് ചൊരക്കയാണ്. ഞാനിത് കട്ട് ചെയ്ത് മൊത്തത്തിൽ എല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഒരു കൂട്ടും കൂടി ചെയ്യുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ദാല് കറിയാണ്. അപ്പം ഞാനത് എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണേ. കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പോവാണ്. കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിനിടയിൽ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമേ. അപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവർ നമ്മളെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അപമാനിക്കുമ്പോൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണേന്ന് കേട്ടോ. അപ്പോൾ എൻ്റെ ആ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇങ്ങനൊരു സബ്ജക്റ്റ് പറഞ്ഞപ്പോഴേക്കും ഞാനും ഓർത്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ഇൻസൾട്ടുകൾ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്നെപ്പോലെ തന്നെ ഒട്ടുമിക്ക വീട്ടമ്മമാരും സ്ഥിരമായിട്ട് കേൾക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ടാവും അല്ലേ. ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തു പോയി ജോലി ചെയ്യാതിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻസൾട്ടഡ് ആവാറുണ്ടല്ലേ. അതും മാത്രമല്ല പൊതുസഭയിൽ വെച്ചായിരിക്കുള്ളൂ കൂടുതൽ ആളുകളും നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മളിങ്ങനെ പാവമായിട്ട് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കില്ല എന്ന് കണ്ടു കഴിഞ്ഞാലാണ് ആളുകൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യാനായിട്ട് വരുന്നത്. ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ ദുഃഖിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോകാറുണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരുപാട് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാമേ. അതിനിടയിൽ നമുക്ക് ഈ ഒരു ചൊരക്ക കൊണ്ടുള്ള ഒരു കറി വെക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ഇടയിലൊന്ന് പറയുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാള ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളിയും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മളിന്ന് ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. സദ്യക്കൊക്കെ ഉള്ള പരിപ്പ് കറി വെക്കൂലേ, ആ ഒരു പരിപ്പ് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പരിപ്പ് ഒരു ഗ്ലാസോളം എടുത്തിട്ടുണ്ട്. നല്ലോണം വാഷ് ചെയ്തതിന് ശേഷമാണ് കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ചൊരക്ക കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് മുഴുവനും എടുത്തിട്ടില്ല, ഒരു ഹാഫ് പോർഷനോളമാണ് എടുത്തിട്ടുള്ളത്. ബാലൻസ് ഉള്ള ചൊരക്ക ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കുള്ളൂ എടുക്കുന്നത് തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സവോളയും തക്കാളിയും പച്ചമുളക് ഒരു 2 എണ്ണം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എരിക്കുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ സാമ്പാർ പൊടി. ഞാൻ എപ്പോഴും ആച്ചിയുടെ സാമ്പാർ പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി ഒരു ഏകദേശം ഒരു ടീസ്പൂണോളം ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഒഴിക്കണ്ട, കാരണം ഈ ചൊരക്കയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് നിമന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ കേൾപ്പിക്കാം കേട്ടോ. ഞാനൊരു 4 വിസിലാണ് കേൾപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പരിപ്പും ഈ ചൊരക്കയും എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഞാനൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതൊരു ആനന്ദമാണ് അല്ലേ, നമ്മളെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പാവമാണ് അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ അറിയില്ല എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആളുകൾ നമ്മളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യും. അപ്പോൾ ഇതിനോട് എങ്ങനെ നമുക്ക് പ്രതികരിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആയിരിക്കും. കാരണം അവർക്ക് മറ്റുള്ളവരുടെ വേദന കണ്ട് ചിരിക്കാനും സന്തോഷിക്കാനും ആഗ്രഹമുള്ളവരായിരിക്കും. ഒരിക്കലും മറ്റുള്ളവരെ വാല്യൂ തരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ഇമോഷൻസിന് വാല്യൂ കൊടുക്കുന്ന ഒരാളും മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാറില്ല. അപ്പോൾ അവരെ നമ്മൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റില്ല, കാരണം അവർ പഠിച്ചതേ പാടൂ. അപ്പോൾ അതുകൊണ്ട് അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം ആളുകളിൽ നിന്ന് അകലം പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ എല്ലാ ആളുകളിൽ നിന്നും നമുക്ക് അങ്ങനെ അകലം പാലിച്ച് വിട്ടു നിൽക്കാൻ പറ്റത്തില്ലല്ലേ. കാരണം നമ്മുടെ കുടുംബത്തിലുള്ളവരായിരിക്കാം, നമ്മുടെ സിബ്ലിങ്സ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളായിരിക്കാം, ഹസ്ബൻഡോ അല്ലെങ്കിൽ ഇൻലോസോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ പോലും നമ്മളെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യാറുണ്ടല്ലേ. അപ്പം ഇത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഒരുപാട് അകന്നു പോകാൻ പറ്റാത്ത കാരണം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, അവരൊക്കെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ സ്പോട്ടിൽ പ്രതികരിക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രതികരിക്കാതിരിക്കുക എന്ന് പറയുന്നതിന് നമ്മൾ പാവമാണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും അറിയില്ല എന്നുള്ളതല്ല അർത്ഥം. അവിടെ നമ്മുടെ വിലയാണ് കാണപ്പെടുന്നത് അല്ലേ. നമ്മൾ അവർ പറയുന്ന അതേ സ്പീഡിന് തിരിച്ച് മറുപടി പറയാൻ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ അവരോടൊപ്പം ചേർന്നിട്ട് ബഹളം വെക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു വാല്യൂ ഉണ്ടല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളാണ് സംയമനം പാലിക്കേണ്ടത്. ആദ്യം നമ്മളൊന്ന് ചിന്തിക്കുക, അവർ നമ്മളെ ഇൻസൾട്ട് ചെയ്തത് നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണോ? ഒരിക്കലും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ട് ആരും നമ്മളെ ഇൻസൾട്ട് ചെയ്യില്ലല്ലേ. അതിനെ ക്രിറ്റിസിസം എന്ന് പറയും. ഹെൽത്തി ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ
വളരെ ശാന്തമായിട്ട് സൗമ്യമായിട്ടും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഹെൽത്തി ക്രിറ്റിസിസം. അപ്പോൾ അത് നമ്മളോട് അവർ പറയുന്ന ഒരു രീതി നമുക്ക് അറിയാൻ പറ്റും അല്ലേ. അതേസമയം നമ്മളൊരാളെ ഇൻസൾട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ഉദ്ദേശം വേറൊന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം ആളുകളോട് സൈലന്റ് ആയിട്ട് ഇരിക്കുക, ഉടനെ തന്നെ നമ്മൾ പ്രതികരിക്കാതിരിക്കുക. അപ്പോൾ അവർ നമ്മുടെ നല്ലതിനാണോ പറഞ്ഞതെന്ന് ഒന്ന് ചിന്തിക്കുക. നമ്മുടെ നല്ലതിനല്ല പറഞ്ഞതെന്ന് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ആ സമയത്ത് അവരോട് തർക്കിക്കാനും വഴക്കുണ്ടാക്കാനും പോകരുത്. അതുപോലെ തന്നെ എല്ലാ അപമാനങ്ങൾക്കും ഉടനെ നമ്മൾ പ്രതികരിക്കേണ്ട ഒരു കാര്യം ഇല്ല കേട്ടോ. കാരണം നമ്മൾ ഒന്നും നോക്കാതെ മുന്നും പിന്നും നോക്കാതെ നമ്മൾ പ്രതികരിക്കുമ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾ നമ്മളെ മാത്രമാണ് ജഡ്ജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എടുത്തുചാട്ടം ഞാൻ കാണിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്നെ മോശമായിട്ട് കരുതിയിട്ടുള്ള അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ബിഫോർ മാരേജ് ആണ്. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ലെസൺ ആയിരുന്നു. അപ്പോൾ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ നല്ല കുട്ടിയാവുകയും നമ്മൾ എന്നാൽ അതേ സമയം മോശക്കാരാവുകയും ചെയ്യും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ ദേഷ്യത്തോടെ മറുപടി പറയുന്നതിന് പകരം ശാന്തമായിട്ട് മറുപടി പറയാനായിട്ട് ശ്രമിക്കട്ടെ. ഒന്ന് ആലോചിക്കുക, ഈ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഡീസൻ്റ് ആയിട്ട്. അപ്പം നമ്മൾ വളരെ ശാന്തമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം അതിനൊരു മറുപടി കൊടുക്കുക. എപ്പോഴും നമ്മളിങ്ങനെ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എടുത്തടിച്ച പോലെ മറുപടി കൊടുക്കണമെന്നില്ല. ചിരിച്ചുകൊണ്ട് സൗമ്യമായിട്ട് കുറുക്കി കൊള്ളുന്ന പോലെ തന്നെ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാനായിട്ട് പാടില്ല. കാരണം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു അറിവുണ്ടായിരിക്കണം. നമ്മുടെ കഴിവുകൾ എന്താണെന്നും നമുക്ക് എന്തൊക്കെയാണ് ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നൊക്കെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. നമുക്ക് നമ്മളെ കുറിച്ചൊരു ബോധം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്ക് വേദനിക്കുകയോ ചെയ്യില്ല. അവർ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് തിരുത്താനും ശ്രമിക്കട്ടെ. കാരണം നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് അത് സാധിക്കും. നിങ്ങളുടെ വില എന്ന് പറയുന്നത്, നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായത്തിലല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിച്ച് ജീവിക്കരുത്. എന്നാലും നമുക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല അല്ലേ. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, നേർവഴിയിലാണോ നമ്മൾ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഒരിക്കലും മറ്റൊരാൾ നമ്മളെ ഇൻസൾട്ട് ചെയ്തത് കൊണ്ട് നമ്മുടെ വാല്യൂ പോയിന്നോ അല്ലെങ്കിൽ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മറുപടി പറഞ്ഞ് നമ്മുടെ വില കളയുകയല്ല വേണ്ടത്. പകരം നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുകയാണ് വേണ്ടത്. ക്ഷമയും ആത്മാഭിമാനവും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ദുർബലമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആത്മാഭിമാനവും കളയാതിരിക്കുക. കാരണം നമുക്ക് ഒരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ. അപ്പോൾ നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയിലും വാക്കുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സൈലന്റ് ആയിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് കർമ്മ എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഉടനടി അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടെങ്കിലും നമ്മളെ ഇൻസൾട്ട് ചെയ്തവർക്കുള്ളൊരു മറുപടി ഉറപ്പായിട്ടും അവർക്ക് കിട്ടും. നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. ബാക്കിയൊക്കെ ഭഗവാനിൽ അർപ്പിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളെ ആര് എന്തിൻ്റെ പേരിലാണോ ഇൻസൾട്ട് ചെയ്യുന്നത് ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കട്ടെ. അതായത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യത്തിന്, നമ്മളെ കൊണ്ട് കൊള്ളില്ല അല്ലെങ്കിൽ നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞ ആ ഇൻസൾട്ട് മനസ്സിലെടുത്തുകൊണ്ട് നമ്മൾ ഒരുപടി മുന്നിലേക്ക് നമ്മുടെ ജീവിതം ജീവിച്ച് കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ അവരെന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ചിട്ട് മനസ്സ് വിഷമിപ്പിച്ചിട്ട് നമ്മുടെ വിഷമങ്ങളെല്ലാം അങ്ങനെ കൊണ്ട് നടക്കുകയല്ല വേണ്ടത്. കാരണം ഈ പറയുന്ന ആളുകൾ നമ്മളെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് ഒരാൾ പറഞ്ഞാൽ നാളെ വേറൊരാളായിരിക്കും നമ്മളെ പറയുന്നത് അല്ലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ അവരെ ഒന്നും മുഖവിലേക്ക് എടുക്കാതെ നമ്മുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഓരോ ദിവസവും എങ്ങനെ മാക്സിമം വിജയത്തിലേക്ക് എത്താമെന്നുള്ളതിനുള്ള ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടോ. അപ്പൊ എൻ്റെ ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യമാണ്. ഇതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല. പതിയെ പതിയെ നമ്മുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് കൊണ്ടുവന്ന് പതിയെ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും ഇതുപോലെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നൊക്കെയുള്ളത് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ, മറക്കരുത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല ഇൻസിഡൻസും നടക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവരും കമൻറ്റ് ചെയ്തേക്കേട്ടോ. കണ്ടിട്ട് ഇടയിൽ തന്നെ ആമിയെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പനീർ ദോശയാണ് ചെയ്തിട്ടുള്ളത്. പനീർ ഒന്ന് കൈകൊണ്ട് ഉടച്ചെടുത്തിട്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇട്ട് വഴറ്റിയെടുത്ത് പനീർ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്ത് മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പനീറിന്റെ സ്റ്റഫ് ചെയ്തത്. എന്നിട്ട് ദോശ ചുട്ടിട്ട് അതിന്റെ മേലെ വെച്ചെടുക്കുകയാണ് ചെയ്തത്. സംസാരിക്കുന്നതിനിടയിൽ റെസിപ്പി വിട്ടുപോയതാണ്.
ആമി അതിനിടയിൽ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടിട്ടുണ്ട് കേട്ടോ. സ്കൂൾ ബസ് വന്നിട്ടുണ്ട്. അവളെ അങ്ങനെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഞാൻ ചൊരക്ക കറി വെക്കുന്നത്. അപ്പോൾ പരിപ്പും ചൊരക്കയും എല്ലാം കൊണ്ട് നല്ലതായിട്ട് വെന്ത് വന്നു. അതിനുശേഷം നമ്മളൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കടുക് താളിച്ചപ്പോൾ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പരിപ്പും കൂടി ഇട്ടിട്ടാണ് കടുക് താളിച്ചത്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്കിപ്പോൾ പരിപ്പ് പ്രത്യേകം വേവിക്കണമെങ്കിൽ ആദ്യമേ തന്നെ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലോണം കുഴഞ്ഞ് കിട്ടും. ഞാൻ ഒന്ന് തരിയായിട്ട് കിടക്കുന്ന രീതിയിലാണ് വേവിച്ചെടുത്തേക്കുന്നത്. എല്ലാം കൂടി ഇട്ട് വേവിച്ചത് കൊണ്ട് 4 വിസിലാണ് ഞാൻ കേൾപ്പിച്ചത് കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. അതിന് പകരം സാമ്പാർ പരിപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഇടുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. അങ്ങനെ എന്തായാലും നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ലഞ്ചും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ സംസാരിക്കുന്നതിനിടയിൽ തന്നെ ഞാൻ എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തിട്ടിട്ട് മാത്രമാണ് കിച്ചണിൽ നിന്ന് പുറത്ത് ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. കാരണം വലിയ അഴുക്കൊന്നും ആയിട്ടില്ല, വലിയ കട്ടിയുള്ള പണിയൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും റെഡി ആയിട്ട് ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും പുറത്ത് പോകുന്ന സമയത്ത് കിച്ചൺ ഫുള്ള് നീറ്റാക്കി ക്ലീൻ ചെയ്ത് വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി ഇട്ടിട്ട് മാത്രമേ പോകാറുള്ളൂ കേട്ടോ. കാരണം എനിക്ക് വന്നിട്ട് പിന്നെ ജോലിയൊന്നും ചെയ്യാനേ തോന്നത്തില്ല. അപ്പം എന്നെ പോലെ ഈ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, മറക്കരുത്. പിന്നെ ഞങ്ങളാണെങ്കിൽ എപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും ഭക്ഷണം കഴിക്കാതെയാണ് പോകുന്നത്. രാവിലെ പോകുന്ന സമയത്ത് അത് ഞാൻ പണ്ട് തൊട്ടേ അങ്ങനെയാണ് കേട്ടോ. എൻ്റെ വീട്ടിലെ അമ്മയും അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു ശീലം എനിക്കുള്ളത് കൊണ്ട് രാവിലെ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് കുടിച്ചിട്ടുണ്ട്. ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ എപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും ഭക്ഷണം കഴിക്കാതെ പോവുള്ളൂ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാതെ തന്നെ പോകണമെന്നൊന്നും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് പേഴ്സണലി അങ്ങനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കാതെ ഇറങ്ങുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആമയെ സ്കൂളിൽ വിട്ടതിന് ശേഷമാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നത് വീരപുരം മുരുകൻ കോവിലാണ്. മോറൈ എന്ന് പറയുന്ന സ്ഥലത്ത് ആവടി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് കേട്ടോ വരുന്നത്. അവിടെ ഒരു മിലിറ്ററി ക്യാമ്പും പോലീസ് ക്യാമ്പൊക്കെ ഉണ്ട്. ആ റൂട്ട് വഴിയാണ് പോകുന്നത്. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് പോകുന്നത്. രാവിലെ ഇവിടുത്തെ ദീപാരാധനയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഉള്ളു കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഇന്ന് തൈര് സാദമാണ് കിട്ടിയത്. ഞങ്ങൾ കഴിച്ചതിന് ശേഷം കുറേ നേരം അവിടെ ഇരുന്നിട്ടാണ് വന്നത് കേട്ടോ. നല്ല കാമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഫുള്ള് മല പോലത്തെ ഒരു പ്രദേശമാണ് കേട്ടോ. ഗ്രാമപ്രദേശം പോലെ ഇരിക്കും. വരുന്ന വഴിയാണെങ്കിലും ക്ഷേത്രത്തിനകത്താണെങ്കിലും ഒക്കെ മൊത്തം മരങ്ങളാണ്. അതുകൊണ്ട് തന്നെ നല്ല പീസ്ഫുള്ളാണ്, നല്ല രസമാണ് കേട്ടോ ഇവിടെ വന്ന് ഇരിക്കാനായിട്ട്. അപ്പം എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമുക്ക് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളിൽ പോകാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ഈ പ്രകൃതി ഭംഗിയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലോട്ട് പോകാനാണ് കൂടുതലും നമുക്ക് താല്പര്യം. അപ്പോൾ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കും. ഇല്ല അറിയില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടൊന്ന് പോയാൽ മതി. വീരപുരം മുരുകൻ കോവിലെന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ പോയി കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് വന്നത്. അങ്ങനെ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴേക്കും പെട്ടെന്നാണ് എനിക്ക് എന്തോ ഒരു എനർജി കയറിയിട്ട് ഞാൻ പെട്ടെന്നാണ് കേട്ടോ നമ്മുടെ ലിവിങ് റൂം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം കുറച്ച് ദിവസമായിട്ട് ആവി പറയുന്നുണ്ട് അവളുടെ സ്റ്റഡി ടേബിൾ ഒന്ന് ഈ സൈഡിലോട്ടേക്ക് ആക്കി തരാനായിട്ട്. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും മെഷീൻ എടുത്ത് ആദ്യം സ്റ്റഡി ടേബിൾ ഇട്ടിരുന്ന ആ ഭാഗത്തേക്ക് ഇട്ടിട്ട് അവളുടെ സ്റ്റഡി ടേബിൾ നേരത്തെ വെച്ചിരുന്ന പോലെ തന്നെ വെക്കാമെന്ന്. ഇതിൽ തന്നെ നമ്മുടെ പ്യൂരിഫൈഡ് വാട്ടർ ഉണ്ടല്ലോ, ഈ പ്യൂരിറ്റിൻ്റെ അതിൻ്റെ ഒരു ഫിൽറ്റർ കേടായി പോയായിരുന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ആളിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ബോർവെല്ലാണ് ഫിൽറ്റർ ചെയ്ത് കുടിക്കുന്നത്. അപ്പോൾ അത് ഹാർഡ് വാട്ടറുമാണ്, ഉപ്പ് വെള്ളവുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വന്നതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ക്യാൻ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം വീണ്ടും ക്യാൻ വാട്ടർ യൂസ് ചെയ്തു. അപ്പോൾ ഈ ക്യാൻ വാട്ടറിൻ്റെ സ്റ്റാൻഡൊക്കെ ഞാൻ നേരത്തെ തന്നെ ശരവണ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ റൂമിലാണ് വെച്ചിരുന്നത്, ചെറിയ റൂമിൽ. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഹാളിലോട്ട് വെച്ചു. അപ്പോൾ അതോടൊപ്പം തന്നെ അമ്മയുടെ സ്റ്റഡി ടേബിളും കൂടി മാറ്റാമെന്ന് കരുതിയേ. അപ്പോൾ നമ്മുടെ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെയും സോഫയുടെയും ഇടയിൽ ഒരു കൊച്ചു സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് ഇട്ടതാണ്. അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ മാറ്റാൻ തോന്നും. അപ്പോൾ അങ്ങനെ മാറ്റി ഇടുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. കുറേ നാൾ നമ്മൾ ഒരേ കാര്യം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ
കാണുമ്പോൾ മനസ്സിനൊരു മടുപ്പ് തോന്നുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ വീട്ടമ്മമാരെന്ന് പറയുന്നത് വീടിനുള്ളിൽ മാത്രം നിൽക്കുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ഈ ഫർണിച്ചേഴ്സും കട്ടിലും അതും ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ തോന്നും. പിന്നെ ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ദേ നമ്മുടെ ഹാളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടു. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് പോയിട്ട് ക്യാൻ വാട്ടറൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഇപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് തന്നെ. ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. ഉച്ചയായപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഞാൻ ഇന്നൊരു പുതിന ചട്നിയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാത്തൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു പുതിന ചട്നിയാണ്. ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഷെയർ ചെയ്യാം. വൈകുന്നേരം ആയപ്പോഴേക്കും ഉണ്ട് പെട്ടെന്നൊരു മഴ അങ്ങനെ ഇപ്പം ഡെയിലി ഒന്നും പെയ്യുന്നില്ല, എന്നാലും ഇടയ്ക്കൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്. മഴയൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ആമി വരാനായിട്ട് സമയമായിട്ടുണ്ട്. ആമി വിളിക്കാൻ പോയ സമയത്താണ് കേട്ടോ മഴ വന്നിട്ടുള്ളത്. ആമി സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ 5 മണിയൊക്കെ ആകുമ്പോഴാണ് എത്തുന്നത്. ആ ഒരു സമയത്ത് മഴ പെയ്യുന്നത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എന്തായാലും ഹസ്ബൻഡ് നനഞ്ഞുകൊണ്ടൊക്കെയാണ് പോയത്. അങ്ങനെ കുറച്ച് നേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കുവാണ് ഞാൻ. എനിക്ക് ഈ മഴ വരുമ്പോഴേക്കും കുറേ നേരം ഇതിങ്ങനെ നോക്കി നിൽക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിലർക്കാണെങ്കിൽ മഴ കാണുമ്പോൾ ചിലപ്പോൾ സങ്കടം വരും, മൂഡ് സ്വിങ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കും ഒരു പീരീഡ്സ് സമയത്തൊക്കെയാണ് ഈ മഴ കാണുന്നതെങ്കിൽ ഭയങ്കര സങ്കടം വരും. എന്നാൽ ചില സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് മഴ പെയ്യുന്ന സമയത്താണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവാറുണ്ടോ? വിഷമമാണോ, സങ്കടമാണോ, സന്തോഷമാണോ ഉണ്ടാവുന്നത് മഴ പെയ്യുമ്പോഴെന്നൊക്കെ എന്ന് കമൻറ്റ് ചെയ്തേക്കേട്ടോ. അറിയാനുള്ളൊരു കൗതുകത്തിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ വന്നിട്ട് ചായയൊക്കെ ഇട്ട് ഹസ്ബൻഡ് പോയിട്ട് വടയും ബജിയും ബോണ്ടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് കുടിച്ച് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ കാര്യം പറഞ്ഞിരിക്കുവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ആമയെ പോയി പഠിപ്പിക്കണം, ആമയുടെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം, നാളത്തേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യണം. അങ്ങനെ കുറേ ജോലികളുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.